ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ആദ്യമായിട്ടൊരു സാധനം ഉണ്ടാക്കി കഴിക്കാൻ പോവാണ് കേട്ടോ. അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര റങ്കായിരുന്നു. ഉപ്പയമ്മയും സിറ്റൗട്ടിൽ ഇത് എത്തിയിട്ടുണ്ട്, എന്തൊക്കെയോ കഥയൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അടുക്കളയിൽ കയറി ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഇത് ബട്ടൂര ഇങ്ങനെ പരത്തി സെറ്റാക്കി പാക്കാക്കി വരുന്നതാണ്. ഇവിടെ ഒരാൾ കൊണ്ടുവന്നപ്പോൾ വാങ്ങിയതാണ്. ഞാൻ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. ഞാൻ ഒരുപാട് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് ബട്ടൂരയൊക്കെ വെച്ച് മൈദ വെച്ച് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കണതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കട്ടെ നമുക്ക് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണം അങ്ങനെ കരുതും. പക്ഷേ നമുക്കവിടെ തിരിഞ്ഞിട്ടില്ല. ഇതിപ്പം ഇത്രയും പണിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ പോരെ. അപ്പോൾ ഭയങ്കര സിമ്പിളല്ലേ. അപ്പോൾ അവർ വന്നപ്പോൾ വാങ്ങിയതാണ്. എന്തായാലും സംഭവം നല്ല ടേസ്റ്റി ആണെന്നാണ് എല്ലാ വീഡിയോസിലും കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. സാധാരണ ഭട്ടൂരയൊക്കെ മൈദ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഇത് ചോള ഭട്ടൂരയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എന്തായാലും ഇങ്ങനെ കഷ്ണാക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒരു ത്രികോണത്തിലാണല്ലോ ഉണ്ടാവാറ്, അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാം ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിൽ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഓൾറെഡി പൊട്ടിച്ചൊരു പാക്കറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ പപ്പടം പോലെ ആയിട്ടുണ്ട്. എന്നാലും നമുക്കത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാമെന്ന് കരുതി അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുവരെ എന്നെ പോലെ ഭട്ടൂര കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമുക്ക് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഇതിങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാ പാം ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വേറെ എന്തെങ്കിലും ഓയിൽ പൊരിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ പൊരിക്കാൻ തുടത്തിയിട്ടുണ്ട്. ഇത് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം പൊരിച്ചിട്ടുണ്ടാകും. കാരണം എന്താ വെച്ചാൽ 2 പാക്കറ്റ് മുഴുവനായിട്ടും ഒരു പാക്കറ്റിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കാരണമുണ്ട്. വേറെ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലിപ്പോൾ മെമ്പേഴ്സ് കുറച്ച് അധികം ഉണ്ട് കേട്ടോ. നമ്മൾ 2 ഫാമിലിയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്കും ഓർമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ അറിയായിരിക്കും. നമ്മൾ പണ്ട് നമ്മൾ മൂത്തച്ഛയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ആയിരുന്നല്ലോ. അന്നാണ് കേട്ടോ ഞാൻ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി സ്റ്റാർട്ടാക്കിയത്. അപ്പോൾ അന്നൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ വിശേഷങ്ങളാണ് ഞാൻ ആദ്യമൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. സോ അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ അതേപോലെയാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മുത്തച്ഛനും മുത്തച്ഛയും എല്ലാവരും ഉപ്പയും എല്ലാവരും കൂടെ ഉള്ളൊരു ഫുൾ ഫാമിലി പാക്കേജാണ് കേസ്. അപ്പോൾ നമുക്ക് ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതായത് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കണം, ഉച്ചക്കാണെങ്കിലും രാത്രിയാണെങ്കിലും ഒക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെയാണ് കിച്ചണിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ ഞങ്ങളിങ്ങനെ 2 പേരും കൂടെ കഥയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ബട്ടൂര ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. താത്ത അവിടെ ഇങ്ങനെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ടൂരയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ചിക്കൻ കറിയോ എഗ് കറിയോ അല്ലെങ്കിൽ കടല മസാലയോ എഗ്ഗോ എന്ത് വേണമെങ്കിലും കേട്ടോ. ഈ ബട്ടൂരയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂരിയുടെയൊക്കെ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഒരു ചെറിയൊരു പുളിപ്പൊക്കെ ഫീലായിട്ടോ. എനിക്ക് തോന്നുന്നു തൈരൊക്കെ ചേർത്തിട്ടാണ് ഈ കുന്ത്രാണ്ട് ഉണ്ടാക്കുക എന്നുള്ളത്. എന്തായാലും ഞാൻ കുറച്ച് ബട്ടൂര പൊരിച്ച് ബാക്കി താത്താനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഈറ വരും അതിങ്ങനെ പൊരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് മാറി നിന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഞാൻ ചെയ്യുന്ന രീതിയിലുള്ള ചിക്കൻ കറിയാണ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. 2ൻ്റെയും പേര് കുക്കർ എന്നാണ് ഗേസ്, നോട്ട് ദ പോയിൻറ്റ്. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയുടെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, കാരണം ഞാൻ എപ്പോഴും ഇടാറുള്ളതാണല്ലേ. പിന്നെ ഞാൻ വിചാരിക്കട്ടെ അതേപോലെ തന്നെ ചിക്കൻ വെക്കുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്യാമെന്ന് കരുതും. പക്ഷേ പിന്നീട് ഞാനത് ചിക്കൻ കറിയിലോട്ട് തന്നെ എൻ്റെ തീരുമാനം മാറ്റും. ഉള്ളി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പം നമ്മൾ ഇന്നലെ വെച്ച് പിടിപ്പിച്ച തെങ്ങിൻ്റെക്ക് വെള്ളം ഒഴിക്കണം കണ്ടത് കേട്ടോ. അപ്പം നമ്മുടെ ഫ്രണ്ട് തന്നെ ആയിട്ടൊരു തെങ്ങൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതേ ഞാൻ വീണ്ടും കറിയൊക്കെ ഇളക്കി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ കറി വെക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ചിക്കൻ കുറച്ചേ ഉള്ളൂ. ഇന്നലെ വാങ്ങിയ ചിക്കനിൽ നിന്ന് നമ്മൾ കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അങ്ങനെ ചിക്കൻ വാങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ പിറ്റേ ദിവസം രാവിലെ കുറച്ച് കറി ഉണ്ടാക്കാൻ എടുത്ത് വെക്കാമെന്ന്, ആ ഒരു രീതിയിൽ എടുത്ത് വെച്ചാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മെമ്പേഴ്സ് അധികം ഉള്ളതുകൊണ്ട് കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് വഴട്ടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി സെറ്റാക്കാൻ കേട്ടോ. അപ്പോൾ അതേ കറി ഏതാണ്ട് ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ക്ലോസ് ചെയ്യാം. ഒരു 3 വിസിൽ അതിൻ്റെ ഉള്ളിൽ എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ടാവും. ബട്ടൂരയൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. മക്കളൊക്കെ ഇതിന്ന് ഓരോന്നൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരാണ് ചായ കുടിക്കാറ്. എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ളൊരു ഫെസിലിറ്റി നമ്മുടെ വീട്ടിലില്ല. സോ ഓരോരുത്തർ വരുന്നവരൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കും. അപ്പം അവിടെ ടേബിൾ ഫ്രീ ആവണവരെ നമുക്ക് അടുക്കളയിൽ വേറെ കുറച്ച് പരിപാടികളുണ്ട്. നമ്മൾ ഉച്ചയ്ക്കുള്ള കറിക്കുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ പ്രീ പ്ലാനിങ് ചെയ്യണമല്ലോ. അപ്പോൾ മീനുണ്ട്, അപ്പോൾ മീൻ കറി വെക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ തേങ്ങയൊക്കെ അതിന് ചിരവിയെടുത്തു. അപ്പോൾ ഇപ്പം എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും താത്തയായിട്ടുള്ളൊരു ഗൂഢാലോചന ഉണ്ടാവാറുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ 2 പേരും കൂടിയാണ് ഇപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അങ്ങനെ ബട്ടൂരൊക്കെ കഴിച്ച് മക്കളെ സൈഡിൽ നിന്ന് നല്ലൊരു അഭിപ്രായമൊക്കെ കിട്ടി. അങ്ങനെ അവരിതേ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ സ്കൂളൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കൂടെ സൈഡിലാവുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെയും പോലെ തന്നെ വല്ല സോയാബീൻ പൊരിച്ചതോ ഉരുളക്കിഴങ്ങ് പൊരിച്ചതൊക്കെയാണ്. ഇന്നിപ്പോൾ ഒരാൾക്ക് കോഴിമുട്ട വേണമെന്ന് പറഞ്ഞു. അപ്പം ആ ആൾക്ക് കുറച്ച് ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും മറ്റേ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ഇട്ടതാണ് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ പൊടികളും കൂടെ കുത്തി കലക്കി
താത്തയ്ക്ക് ഞാനൊരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരാൾക്ക് ഉള്ളിയൊക്കെ ഇട്ടതാണ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താത്തയുടെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് 2 കോഴിമുട്ട അവിടെ കലക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചട്ടി ഇങ്ങനെ പുകഞ്ഞു വന്നിട്ടും താത്താൻ്റെ കലക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു ഒന്ന് ഒഴിക്കൂ എന്ന് വെച്ചപ്പോൾ താത്ത അത് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ആൾക്കുള്ള ഉള്ളി ചേർത്തിട്ടുള്ള ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം സ്കൂൾ ബാഗ് ഒന്ന് പാക്ക് ചെയ്യാണ്. അപ്പോൾ അതേ വെള്ളം അതേപോലെ തന്നെ സ്നാക്സ് എല്ലാം അങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഞാൻ എന്തൊക്കെ ബാഗിൽ എടുത്ത് വെച്ചാലും ഒരു പോകുമ്പോൾ ആ ഒരു ടൈം വരെ എൻ്റെ മനസ്സിൽ ഇത് വെച്ചിട്ടില്ലേ എന്നായിരിക്കും. എന്തെങ്കിലും മറക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ മക്കൾ ആ ഒരു ടൈമിൽ ബുദ്ധിമുട്ടുമല്ലോ എന്ന് ഞാനിങ്ങനെ ബുദ്ധിമുട്ടിയിട്ടില്ലെങ്കിലും ആ ബുദ്ധിമുട്ടുന്ന ആ ഒരു സിറ്റുവേഷൻ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്ത് ഞാൻ തന്നെ ഇങ്ങോട്ട് ഇടങ്ങാറാവും. അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാതും വെച്ചിട്ടില്ല എന്ന് കൺഫേം ചെയ്യാറുണ്ട്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വേഗം വീണ്ടും അടുക്കളയിൽ വന്നു നമ്മൾ ഉച്ചയ്ക്കുള്ളത്. ഞാനിങ്ങനെ ഓരോ പണികളും പകുതി ചെയ്ത് അവിടെ ഇട്ട് പോകും കേട്ടോ. പിന്നെ പിന്നീട് വന്നിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. എന്തായാലും നമ്മുടെ മീൻകറിയൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളത് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ജനലിൻ്റെ ഉള്ളിൽ കൂടെ വിളിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്യാമറയിൽ കാണിക്കാൻ കരുതി. അങ്ങനെ ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ നടന്നിട്ട് ചിലർ വണ്ടിയിലൊക്കെയാണ് പോവാറ്. ഇപ്പം നമ്മുടെ വീട്ടിൽ മൊത്തം സ്കൂളിലേക്ക് പോണ 6 കുട്ടികളുണ്ട്. അപ്പോൾ 6 കുട്ടികളില്ല 5 കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സെറ്റാക്കണമല്ലോ. അങ്ങനെ മീൻകറി ഇതേ ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ച് ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. റെസിപ്പി ഒന്നും പറയാൻ പറ്റിയില്ല, നേരെ കാണിക്കാൻ പറ്റിയില്ല. എന്തായാലും തേങ്ങ അരച്ചിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഞാൻ ചില വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ പറയുക, കറി ഇവിടെ അടുപ്പത്തായിട്ടുണ്ട്. ഇനിയിപ്പം കയ്പ്പക്ക ഉപ്പേരി വെക്കാമെന്ന് കരുതാണ്. പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് 2 കയ്പ്പക്ക ഒരുമിച്ച് വെച്ചാണ് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ വട്ടത്തിൽ അരിയാൻ കേട്ടോ കരുതിയത്. അല്ലെങ്കിൽ ഞാൻ നീളത്തിലും ചതുരത്തിലൊക്കെ അരിയലുണ്ട്. ചതുരത്തിലൊന്നും അരിയില്ല, അത് ഞാൻ ഒരു ഫ്ലോയിൽ പറഞ്ഞതാണ്. എന്തായാലും ഇങ്ങനെ വെച്ച് അരിഞ്ഞപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ നൈസായിട്ട് അരിയാണെങ്കിൽ ഒന്നുകൂടെ ഈസി ആയിട്ട് കുക്കാവും. പിന്നെ ഞാൻ പെട്ടെന്ന് കുക്കറിലേക്ക് എടുത്തിടുകയാണ് കേട്ടോ. അപ്പം കുക്കറിലാകുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു വിസിലടിച്ചാൽ നമ്മുടെ എന്ത് ഉപ്പേരിയാണെങ്കിലും വെന്ത് കിട്ടും. പച്ചക്കറിയിൽ എന്ത് ഉപ്പേരിയാണെങ്കിലും കുക്കറിലാകുമ്പോൾ ഒരു വിസിലടിച്ചാൽ വേവ്. ചട്ടിയിലൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ കുറേ ടൈം ആവണം. അപ്പോൾ പിന്നെ ഞാൻ ഇതാണ് സമയമില്ലാത്ത സമയത്തൊക്കെ ചെയ്യുന്ന റെസിപ്പി. ഇനിയിപ്പം ഉപ്പേരി തൂമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും ചെറുള്ളിയൊക്കെ വേണമായിരുന്നു. അതും കൂടെ സെറ്റാക്കുന്നുണ്ട്. ധൃതിയിലുള്ള പണികളൊക്കെ എന്താ വെച്ചാൽ എപ്പോഴാണ് ഈ അടുക്കളയിൽ നിന്നൊന്നും ഇറങ്ങാൻ പറ്റുകയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തീർത്താൽ പെട്ടെന്ന് ഇറങ്ങാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ കുട്ടികളെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി സെറ്റാക്കി. ഇലക്ഷൻ്റെ പ്രചരണമൊക്കെ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ വാഹനങ്ങളൊക്കെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ മീൻകറി വെന്ത് ഒന്ന് ചൂടാറിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലിക്ക് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ. നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീൻകറിക്ക്. എൻ്റെ അമ്മാൻ്റെ നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ എപ്പോഴും എൻ്റെ അടുക്കളയിൽ മമ്മീസിൻ്റെ റെസിപ്പിയാണ് ട്രൈ ചെയ്യാറ്. അപ്പം അതിലൊന്നാണ് ഇട്ടത്. പിന്നെ നമ്മുടെ കയ്പൊക്കെ ഉപ്പേരി കുറച്ച് ചെറുള്ളിയും വെളുത്തുള്ളി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ ഇട്ട് ഒന്ന് തൂമിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം. പക്ഷെ അത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ എണ്ണയിൽ കടന്ന് വേവുന്ന ഉപ്പേരിക്ക് നല്ല ടേസ്റ്റാണ്. കുക്കറിൽ വേവിക്കുന്നതിന് അത്ര രസം തോന്നിയിട്ടില്ല. പിന്നെ സമയമില്ലാത്ത സമയത്ത് നമ്മൾ ഇങ്ങനത്തെയൊക്കെ വഴികൾ തേടി പോകുന്നത് വളരെ നല്ലൊരു തീരുമാനമാണ്. അപ്പോൾ ഇത് ഇന്ന് കുറച്ച് ചോറിന് അരി അധികം ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുടുകിയൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വെള്ളം ഒഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മേലെയുള്ള ചോറൊക്കെ കുറച്ച് കൂട്ടിയിട്ട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടോ. അങ്ങനെ ഉച്ചക്കുള്ളതെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്റ്റിച്ചിങ്ങിലോട്ട് ഇരുന്നിട്ടുണ്ട്. ഇത് ഞാൻ സിസ്റ്ററിൻ്റെ മോൾക്ക് സ്റ്റിച്ച് ചെയ്ത ഒരു ഫ്രോക്കാണ്. അപ്പം നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വിചാരിക്കും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ തന്നെ നല്ല അഭിപ്രായം പറയണത്. അങ്ങനെയല്ല, ഇഷ്ടപ്പെട്ടു എന്ന് പറയണല്ലോ. അപ്പോൾ അതൊന്ന് അയൺ ചെയ്തെടുക്കാണ്ട് അപ്പോൾ അതൊന്ന് അയൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ഞാനൊരു വീനക്ക് കൊടുക്കാമെന്ന് കരുതി. ഇപ്പം ട്രെൻഡിങ് വീനക്കാണല്ലോ, എല്ലാ കുർത്തീസിനും വീനക്കാണ്. അപ്പോൾ വീനക്കിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എങ്ങനെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കണം എന്നുള്ളതൊക്കെ യൂട്യൂബ് നോക്കിയിട്ടാണ് കൺഫ്യൂഷൻസൊക്കെ ക്ലിയർ ചെയ്തത്. എന്നിട്ട് നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് ക്യാൻവാസിൽ കട്ട് ചെയ്ത് പിന്നെ ക്ലോത്തിലേക്ക് വെച്ചിട്ടൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ക്യാൻവാസിൽ അതും കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ. ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് വെക്കും. പക്ഷേ കുർത്തി ആകുമ്പോഴേക്കും ചിലപ്പോൾ 2 ഒരാഴ്ചയൊക്കെ എടുക്കും കേട്ടോ. കാരണം പല സമയത്തുമാണ് പലതും ചെയ്യാറ്. എന്തായാലും നെക്കിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ കുർത്തിയിലേക്കൊന്ന് അറ്റാച്ച് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മുടെ വി നെക്ക്. ഞാൻ അങ്ങനെ വീനൊക്കെ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ അർഷക്കൊക്കെ വന്നു. ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ്. ഞാനൊരു പപ്പടം കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാക്കിലല്ല മൂത്തച്ഛൻ്റെ വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ലോഡ് കല്ലിറക്കണ ഒരു സീനാണ് നമ്മളിപ്പോൾ കാണുന്നത്. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കുറച്ചും കൂടെ പണികളൊക്കെ പെൻഡിങ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ കല്ലും മണ്ണും ലോറിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. ഹൈസും ആണെങ്കിൽ എല്ലാം കൂടെ വന്ന് മറിയണ ആ സൗണ്ട് കിട്ടിയിട്ട് ആകെ അന്തം വിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കണം. പിന്നെ നമ്മൾ മുഖത്ത് നോക്കുമ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചിരിക്കാനുള്ള എന്തോ സംഭവമാണെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ചിരിച്ച് കാണിച്ചു തരുന്നുണ്ട് പാവം. അങ്ങനെ കല്ലൊക്കെ ഇറക്കണത് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടുട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു റെസ്റ്റിലോട്ട് വീണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അതൊരു എല്ലാവർക്കും ടാറ്റാ.